എടീ ഞാനല്ല മഴയത്ത് നിൽക്കണേ. പിന്നെ അത് നീ പറഞ്ഞിട്ട് വേണ്ടേ? എനിക്കറിയില്ലേ മഴ തന്നെ ഞാൻ പനി വരുമെന്ന്. നീ അത്താഴം കഴിഞ്ഞ് കിട തുറങ്ങ. ഞാൻ മഴ മാറിയിട്ട് അങ്ങോട്ട് എത്താം. ഭാര്യ എത്ര ഭാര്യ എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഞാൻ പറഞ്ഞില്ലേ മഴ നനഞ്ഞോണ്ട് വെള്ളം അടിക്കാം. മഴ ഓക്കെ, ഒരു ഇടിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ. ഇതെങ്ങനെയുണ്ട്? ഇടിയും മിന്നലും മഴയോ ഓക്കെ. ഇനി കൊടുങ്കാറ്റ് വേണം. അയ്യോ വേണ്ടായേ. ഇവൻ ഇടി മാത്രം പോരാ, ഒരു ചവിട്ടും കൂടി കൊടുക്കാൻ വേണ്ട. ഇവൻ ചെയ്ത തെമ്മാടിത്തരം അറിയോ? ഒരനിറഞ്ഞു നിൽക്കുന്ന മൂത്ത സഹോദരിയെ കെട്ടിച്ചയക്കാതെ +2 പഠിക്കുന്ന അനിയത്തിയെ കെട്ടിച്ചയച്ചു. അതെന്നാ പണിയാണ് കാണിച്ചേ? അതെ, മൂത്ത പെങ്ങള് പൊരയല്ലേ നിറഞ്ഞു നിൽക്കുന്നത്, പക്ഷേ ഇളയവൾ വയറ് നിറഞ്ഞാ നിന്നിരുന്നത്. നല്ല കുടുംബ. മുന്നേ നിനക്ക് എത്ര കുട്ടികളാ? എന്റെ പിള്ളേരുകളെയൊക്കെ മാറിയിട്ട് മതി കുട്ടികളെന്നാ ഫാത്തിമ പറയുന്നത്. അവള് പറഞ്ഞത് ശരിയല്ലേ? പിള്ളേര് കളിച്ച എങ്ങനെയാ കൊച്ചി? നീ വിഷമിക്കണ്ടടാ. നീ വേണേ എന്റെ മോൻ മാത്തുക്കുട്ടി എടുത്തോ, നല്ല ബെസ്റ്റ് മുതല. അയ്യോ വേണ്ടേ. എന്തിനാടാ കഴിഞ്ഞ ആഴ്ച മാത്തുക്കുട്ടിയെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്? അത് പിന്നെ അവൻ അതെ, ടീച്ചർ അവനോട് ലാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് ചോദിച്ചു. അവൻ വാവ ഉണ്ടാകുന്ന എങ്ങനെയെന്ന് എഴുതി വെച്ചു. പാവം തിരിഞ്ഞു പോയാടാ. തന്തയുടെ മോൻ തന്നെ. നിനക്ക് ഇതുവരെ കല്യാണ പ്രായമായില്ലേ? അവനിപ്പോഴും മധുരം 17 പ്രായം തോന്നിക്കാത്ത ജന്തു. പപ്പു, നിനക്ക് ഇനി ഒരു കുടുംബമൊക്കെ ആവാം. അതിനാണല്ലോ ഇവൻ കോളേജിൽ കെട്ടിയെടുത്തത്. ആ പരിപ്പിന് ഇന്ദുവിന്റെ അടുത്ത് വേവൊന്നും തോന്നില്ല. ഒരു പാവം കുട്ടിയാ, ഒരുപാട് അനുഭവിച്ചു. ഇനി അതിനെ കണ്ണീര് കുടിപ്പിക്കരുത് കേട്ടോ. ഞാൻ ആരെ കണ്ണീര് കുടിപ്പിക്കാനൊന്നുമല്ല വന്നത്, എഴുതാപ്പുറം വായിക്കാൻ എല്ലാവരും ശ്രമിക്കുന്നത്. എന്താടാ ഒരു വൈക്ലഭ്യം? ഓ, നാളെ സ്റ്റെപ്പ് തിരിച്ചു കയറണോന്ന് ആലോചിച്ചിട്ടാ. വേണ്ടടാ, നിനക്ക് വേണ്ടി ക്ലാസ് റൂം നമുക്ക് താഴേക്ക് കൊണ്ടിരിക്കാം. വലിയ ഉപകാരം. അതെ, ഒരവർ കട്ട് ചോദിച്ചിട്ട് നിന്റെ അച്ഛനൊന്നും അറിയാൻ പാടില്ല. അതുകൊണ്ട് നമുക്ക് നാളെ മാരിനിക്ക് അങ്ങ് പോവാം. ഏയ് അതൊന്നും ശരിയാവില്ല, വീട്ടിലറിഞ്ഞാ പ്രശ്നമാവും. എന്താടാ പ്രേമമാ? അങ്ങനെയൊന്നുമില്ല. കണ്ടോ മോളെ, ഒരു ആംബിയറില്ലാത്തവന് ഒന്ന് വരട്ടിയപ്പോഴേക്കും ദേ അങ്ങനെയൊന്നും ഇല്ലെന്ന്. ഇവനെ വിശ്വസിച്ചാണോ നീ ക്ലാസ്സിൽ കയറാതെ കോണിയുടെ ചോട്ടിൽ കുടുങ്ങി നിൽക്കുന്നത്? ക്ലാസ്സിൽ പോടി. അത് ചോദിക്കാൻ താനാടാ? അതെ, ഞങ്ങൾ തമ്മിൽ പ്രേമ. അങ്ങനെ പറ. നാളെ അവളുടെ അപ്പൻ ചോദിച്ചാൽ നീ അങ്ങനെ തന്നെ പറയണം. ഇനി മോള് കുടുങ്ങിക്കോട്ടെ. പ്രായം തെറ്റിന്റെ വിഷമം അവരടുത്ത് മാറും. നിനക്കിത് എന്തിന്റെ സൂക്കേടാ? ആ പിള്ളേരെങ്കിലും എൻജോയ് ചെയ്യട്ടാ. എന്താന്ന് അറിയില്ല അളിയാ, ഇതൊക്കെ കാണുമ്പോ ഒരു അസൂയ. അതെ, ഒരു സന്തോഷ വാർത്ത. നാളെ രാവിലെ മുതൽ വെള്ളം അടിക്കാം. നാളെ സമരാ. എന്തിന്? നമ്മുടെ വോളിബോൾ കോർട്ടില്ലേ, അവിടെ പുതിയ ബിൽഡിംഗ് വരാൻ പോകുന്നു. യൂണിവേഴ്സിറ്റി ഇൻഫർമേഷൻ സെന്റർ. പുതിയ വോളിബോൾ കോർട്ട് ഉണ്ടാക്കിയിട്ട് മതി കൺസ്ട്രക്ഷൻ എന്ന സമരക്കാര്. എന്നാ നാളെ മുതൽ നമ്മളും സമരത്തിൽ. നമ്മുടെ പഴയ സമരപുറ. അത് പഴശ്ശിര മുറയല്ലേ, ഒളിപ്പോര്, ഒളിച്ചിരുന്നുള്ള പോര്. നീ നോക്കിക്കൂടെ തവളെ, ഇന്നേ വരെ ഈ ക്യാമ്പസ് കാണാത്ത പുതിയൊരു സമരമുറ നാളെ. കോർട്ടില്ലാതെ കളിക്കാൻ എന്താ കയ്യാങ്കളിയോ വോളിബോൾ? കളിക്കാൻ ഞങ്ങൾക്ക് കോർട്ടില്ലെങ്കിൽ അക്കളി തീക്കളി സൂക്ഷിച്ചോ. ഇവന്മാരെന്തീ കാണിക്കാൻ പോകുന്നത്? വലയെറിയാൻ പോവാ. കയ്യിൽ 2 ബോളൊക്കെ ഉണ്ടല്ലോ. ഒരെണ്ണം അവന്റെ വയറാടാ. നീ അവിടെ നോക്കും. എങ്ങോട്ട് തോന്നി ചേട്ടാ? അവിടെ നിൽക്കും മക്കളെ. എന്താണ് കളിക്കാൻ ഞങ്ങൾക്ക് കോർട്ടില്ലെങ്കിൽ അവന്മാരവിടെ റോഡ് പിക്കറ്റ് ചെയ്യും. ഇവന്മാരെ എന്ത് തോപ്പ കാണിക്കുന്ന ഇവിടെ? വാടാ, വന്ന് കളിക്കണ മക്കളെ. അയ്യോ, ഇത് നമ്മുടെ സമരല്ലടാ. പിന്നല്ലാതെ വാടാ മക്കളെ, കളിക്കണ പിള്ളേരെ. അങ്ങനെ ഇടാ. എല്ലാരും വാ, നോക്കി നിൽക്കാതെ വാ വാ വാ.
സീറ്റ് ഇടിച്ചു പോയി. നിങ്ങൾ വിളിച്ചാ റോഡിലാണ് പുന്നാര മക്കളെ അഭ്യാസം. നിന്റെ തന്തയുടെ വകയുടെ പബ്ലിക് റോഡ് എന്നാ നോക്കി നിൽക്കുവാണോ? അടിച്ചു നിൽക്കണോ കഴിവരുടെ മക്കളെ? ആറ് നിൽക്കണം, അടിച്ചു നിൽക്കണം, ആറ് നിൽക്കണം, ആറ്. അധ്യാപകന്റെ ദേഹത്ത് കൈവെക്കുന്നു. നിർത്താനാ പറഞ്ഞോ? ഈ ക്യാമ്പസിൽ കയറി കലക്കാൻ നിനക്കൊക്കെ ആരുടെ ഓർഡർ തന്നത്? ഇനി എന്റെ പിള്ളേരുടെ ദേഹത്തെങ്ങാൻ തൊട്ടാൽ അത് ശരി. റോട്ടിൽ കിടന്നവന്മാർ ഈ പോക്കൃത്തരം കാണിച്ചിട്ട് സാറന്മാരെ ന്യായീകരിക്കുക. താനും ഈ പ്രായമൊക്കെ കഴിഞ്ഞിട്ടല്ലടോ ഈ തൊപ്പിയെടുത്ത് തലേ കയറ്റിയത്. കുറച്ച് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്തോ കുറച്ചാണെങ്കിൽ പോട്ടെ, അരമുക്കാ മണിക്കൂറായി യവന്മാര് റോഡും തടഞ്ഞ് ഈ വേഷം കെട്ട്. പിന്നെ ഞങ്ങൾ എന്നതാ വേണ്ടത്? തന്നെയൊക്കെ ഭരിക്കണ പാർട്ടിക്കാർ പ്രകടനമൊന്നും പിക്കറ്റിംഗ് എന്നും പറഞ്ഞ് 4-5 മണിക്കൂർ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോ കുന്തോ പിടിച്ച് കാവല് നിൽക്കലാണല്ലോ തന്റെ ഒക്കെ പതിവ്. ഇപ്പൊ ഈ പിള്ളേർ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോ ഇത്രയ്ക്ക് ആവേശമൊന്നും വേണ്ട. എന്റെ ഉണ്ണി തന്നെ താൻ അകത്തേക്ക് പോകും. എവിടെയായിരുന്നു പ്രിൻസിപ്പാള്? മതി മതി സാറന്മാര് പോ ഓടോ. കാക്കിയിട്ട് ഒരു ഒറ്റെണ്ണത്തിന് ഇനി ക്യാമ്പസിൽ കണ്ടുപോരുന്നു. സാറുമാര് വിട്ടോ, ഇല്ലെങ്കിൽ കണ്ട എറിഞ്ഞു വീഴ്ത്തും. കണ്ടില്ലേ കുരിപ്പിന്റെ അഹങ്കാരങ്ങളില്ലേ? മുതിർന്നവർ സംസാരിക്കും, ഇടയിൽ കയറി സംസാരിക്കുന്നതാ. കണ്ടല്ലോ, ശിക്ഷിക്കാൻ അധികാരമുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ചിലപ്പോ എന്ത് കാണാൻ നിൽക്കറാ? ക്ലാസ്സിൽ പോടാ എല്ലാരും, ക്ലാസ്സിൽ കയറാൻ. പിള്ളേരല്ല, എല്ലാം ഒപ്പിച്ച അവന്മാരാ. ഉണ്ണിത്താ വന്ന് നന്നായി. സാർ ഇവിടെ വേടാ. ഓ, എന്തൊരു വിനയം. ഒന്ന് തന്നാലുണ്ടല്ലോ. കുസൃതി കാണിക്കാൻ പറ്റിയ ഒരു പ്രായം. എടാ, നിന്നെ പോലൊന്നുമല്ല, തല്ലുകൊണ്ട് ശീലമില്ലാത്ത പിള്ളേരെ. ഞങ്ങള് പോകുമ്പോഴേക്കും എല്ലാവർക്കും ഒരു ശീലായിക്കോണം സാർ. കയറി ചീർത്തലോടാ മാപ്പിളെ. ഇവിടെ വന്നിടാ. പത്മശ്രീ കൊടുക്കേണ്ട ഐറ്റമാണ് അളിയാ. ഇങ്ങേരെയൊക്കെ അക്ഷരം തെറ്റിക്കാതെ സാറേന്ന് വിളിക്കാൻ തോന്നുന്നു. അതെ, പഴയ പുലികളാണത്രേ, ചെറ്റകള്. അടിയുടെ മണം കിട്ടിയപ്പോഴേ അവന്മാര് മുങ്ങി. എനിക്ക് ആദ്യം തോന്നിയിരുന്നു നമുക്കിട്ടുള്ള പണിയാണെന്ന്. അതെങ്ങനെ അപ്പോഴേക്ക് വിളി ചാടി ഇറങ്ങിയില്ലേ? എന്തെങ്കിലും അലമ്പുണ്ടായി അവന്മാര് മുമ്പ് കയറി നിൽക്കുന്നല്ലേ ഞാൻ കരുതിയത്. ഇത്രയ്ക്ക് പേടി തുറിയാളാണെന്ന് ഞാൻ അറിഞ്ഞു. നോക്കിയേ ചേട്ടന്മാര് കുഞ്ഞുങ്ങൾക്ക് എന്തൊക്കെയാ കൊണ്ടുവന്നിരിക്കുന്നെന്ന്. ആപ്പിള്, ഓറഞ്ച്, മുന്തിരി ഒക്കെ കഴിച്ചോണം. ശോധനയ്ക്ക് നല്ലതാ. നിങ്ങൾ ഇതൊക്കെ കഴിച്ച് ഒരു 4-5 ദിവസം റെസ്റ്റ് എടുക്കും. കോളേജിലെ കാര്യങ്ങളൊക്കെ ചേട്ടന്മാരേറ്റു. അങ്ങനെ പേക്കണ്ട, ഗുണ്ട് സർട്ടിഫിക്കറ്റ് എഴുതി തീർന്നാ ഞങ്ങൾ ക്യാമ്പസിലോട്ട് തന്നെ വരുന്നത്. എടാ, ബോധമുള്ള ആരെങ്കിലും ചെയ്യുന്ന പണിയാണോ നിങ്ങൾ ഈ കാണിച്ചത്? എടാ, ഒരു പബ്ലിക് പ്ലേസിൽ ഇറങ്ങി കന്നന്തിരിവ് കാണിക്കുന്നതിന് മുമ്പ് അടി ഏതൊക്കെ വഴിയിൽ വരുന്നുള്ള കാര്യം വേണ്ടി ആദ്യം നോക്കി വെക്കാം. അതൊക്കെ ശരിയായിക്കോളും. എക്സ്പീരിയൻസിന്റെ കുറവ്. 4 പേരും വികലാംഗരാണെന്ന് അറിഞ്ഞില്ല. നട്ടലിന്റെ കുറവേ. അച്ചോടം മുറ്റേ ബാബയുടെ ചുണ്ടും. ഹലോ, അത് വേണ്ട. അപ്പൊ നിങ്ങൾ അങ്ങനെയാണല്ലേ? ചേട്ടന്മാര് കൊണ്ടുവന്ന കൊട്ടയം വെട്ടിയെടുത്തോ. എന്നിട്ട് പുതിയ വല്ല സമരമുറ ഉണ്ടെങ്കിലേ അറിയിക്കേ. പഴശ്ശിയുടെ സമരമുറകൾ എന്തൊക്കെയാണെന്ന് ക്യാമ്പസ് കാണാൻ കിടക്കുന്നേ ഉള്ളൂ. പഴശ്ശി അത്ര ഏറ്റില്ല. അപ്പൊ ബൈ ബൈ, റെസ്റ്റ് ഇൻ പീസ്. എന്താണ് മക്കളെ? ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. അറിഞ്ഞിട്ടൊക്കെ പിന്നെയും പണി കിട്ടി. ആരാടാ? പിള്ളേരോ